തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ ആദന്നാനന്ദമേ. ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആദന്നാശയേ ആദന്നാനന്ദമേ. ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആനന്ദദായകനാമെൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എൻ്റെ അല്ലലെല്ലാം അകന്നിടും. എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ ആദന്നാനന്ദമേ. ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആദന്നാശയേ ആദന്നാനന്ദമേ. ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലം ഏറ്റം ആസന്നമേ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വചനം പറയുകയാണ്, ദൈവം വെളിച്ചം ആകുന്നു. ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം വെളിച്ചമാകും. യേശു ക്രിസ്തു വെളിച്ചമാകും. യേശു ക്രിസ്തു ഇങ്ങനെ മുഴു ലോകത്തോടും വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. തന്നിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരോടും യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് മാത്രമല്ല, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാകും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കേൾക്കുന്ന ആൾ എന്നെ അനുഗമിക്കുന്ന വ്യക്തിയായിത്തീരും. എങ്ങനെയാണ് യേശു ക്രിസ്തു വെളിച്ചമായി തീർന്നത്? യേശു ക്രിസ്തു നീതി ചെയ്തതിലൂടെ, നീതിമാനായിരുന്നതിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വചനം പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ അകത്ത് ഒരു വെളിച്ചം വെച്ചിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. ദൈവവുമായിട്ടൊരു കൂട്ടായ്മ വരുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്നവരായി മാറുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ദൈവം വെളിച്ചമാകും. ഇതിൻ്റെ രക്തം ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തോടൊരു കൂട്ടായ്മ ബന്ധം വരികയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ദൈവം പിതാവ്, അപ്പൻ സ്നേഹസമ്പന്നനായ ദൈവമാണ്. അപ്പോൾ തന്നെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപ, കാര്യം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് നമുക്കായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ പാപത്തെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ദൈവിക വെളിച്ചത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ സൽപ്രവർത്തികൾ മറ്റുള്ളവർ കാണാൻ തുടങ്ങും. അതാണ് യേശുവിനെ സ്വീകരിക്കുമ്പം, വാസ്തവമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പം വചനം പറയുകയാണ്, ആളൊരു പുതിയ വ്യക്തിയായി മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ഇവിടെ പറയാണ്, ദൈവം വെളിച്ചമാകുന്നു. എന്നിട്ട് പറയാം, അവനിൽ ഇരുള് ഒട്ടുമില്ല എന്നുള്ളത് നിങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകും. അപ്പം ഇരുട്ടി നടക്കുക എന്ന് പറയുന്നത്, ഇരുട്ട് എന്ന് പറയുന്ന അന്ധകാരത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന പിശാചിൻ്റെ രാജ്യമാണ്.
നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശമായ രാജ്യത്തേക്കിലേക്ക്. അന്ധകാരത്തിൽ നിന്നും നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, എന്നെയും നിങ്ങളെ വിളിച്ച് ചേർത്തിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച്. എന്തിനാ വിളിച്ചത്? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കത്തക്കോണം. ആ സൽഗുണങ്ങളെ എങ്ങനെയാണ്? ആ സാക്ഷികളായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ള വെളിച്ചം മറ്റുള്ളവർ കാണണം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളുള്ള വെളിച്ചം, ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർ കാണുന്നത്? അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം ഓരോ ദിവസവും നമ്മളിലുള്ള വെളിച്ചത്തെ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ പറയാണ്, ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുള് ഒട്ടുമില്ല എന്ന് ഉള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന വലിയ ദൂതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്. എന്താണ്? ബൈബിളിലെ ഒരു ദൂതാണ്. ദൈവം വെളിച്ചമാണ്, ദൈവത്തിൻ്റെ അകത്ത് ഒട്ടും ഇരുട്ടില്ല, അന്ധകാരത്തിൻ്റെ ഒരു പ്രവൃത്തി. അതുകൊണ്ടാണ് ദൈവം രോഗം തരുന്നു, ദൈവം ദുഃഖങ്ങൾ തരുന്നു, ദൈവം നിങ്ങളെ തകർച്ചയിലൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റാത്തതിന് കാര്യം, ദൈവം നന്മകളുടെ നിറകുടമാണ്. ദൈവം മോഷ്ടിക്കാനും അറക്കാനും വരുന്നത് അത് പിശാചാണ്. ജീവൻ തരാനും സമൃദ്ധിയായിട്ട് തരാനാണ് യേശു ക്രിസ്തു വന്നത്. അപ്പം ദൈവം വെളിച്ചമാണ്, അല്ലാതെ ദൈവത്തിൽ ഇരുടില്ല, നന്മയേ ഉള്ളൂ, അനുഗ്രഹമേ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇവിടെ പറയാണ്, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും നാം ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ ഫോഷ്ക്ക് പറയണം. നമുക്ക് ദൈവത്തോട് വലിയ കൂട്ടായ്മ, ഞാൻ ദൈവമായിട്ട് നല്ല കണക്ഷൻ എന്നിട്ട് ഞാൻ ഇരുട്ടിൻ്റെ രാജ്യത്താണ് ജീവിക്കുന്നെങ്കിൽ, ഇരുട്ടിലാണ് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മൾ കള്ളം പറയണം. എന്നിട്ട് പറയണം, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല. സത്യം പ്രവർത്തിക്കാൻ പറ്റുമ്പോൾ ഇരുളിലാണ്. എന്നിട്ട് പറയണം, അവൻ വെളിച്ചത്തിലിരുന്നത് പോലെ യേശു ക്രിസ്തു വെളിച്ചത്തിലായിരുന്നെങ്കിൽ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ വലിയൊരു കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. അതായത് യേശു ക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന കാര്യസം വരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരും. അപ്പം പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ, ആ ബന്ധം നമ്മളെ വെളിച്ചത്തിൽ നടക്കാൻ സഹായിക്കുന്നു. നമ്മളിൽ ദൈവത്തിൽ ഇരുട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളിൽ ഇരുട്ടില്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തികളില്ല. അത് നമ്മളിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് സത്യം. ഇവിടെ പറയണം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ എന്ത് ചെയ്യണം? നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. എന്നിട്ട് പറയണം, അതിന് നമ്മളെ സഹായിക്കുന്ന എന്താണ്? ആ വെളിച്ചത്തിൽ നമ്മളെ നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള വിടുതലാണ്. അവിടെ പറയണം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കും. നമുക്ക് വെളിച്ചത്തിൽ നടക്കാനുള്ള റൈറ്റ് എന്താണ്? യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം നമ്മളെ എന്ത് ചെയ്യാണ്? സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്, യജമാനൻ അറിയുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി എന്ത് ചെയ്യാണ്? അങ്കി ശുദ്ധീകരിച്ചിരിക്കുകയാണ്, അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് ദൈവമക്കളായി വെളിച്ചത്തിൽ വസിക്കുന്നവരാക്കി മാറ്റുന്നത് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. യാക്കോബ് 1:17 പറയും, എല്ലാ നല്ല ദാനം തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി. വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്ന നല്ലത് മാത്രമേ ഉള്ളൂ. ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയില്ല, ഒരു ശാപം വരത്തില്ല, ഒരു അന്ധകാരമല്ല വരുന്നത്. വെളിച്ചങ്ങളുടെ പിതാവിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. എഫേസ്യർ 5:8-9 വചനം ഇങ്ങനെ പറയുകയാണ്, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. എപ്പോഴിരുളായിരുന്നു? ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പ് ഇരുളായിരുന്നു, ഇപ്പം കർത്താവിൽ വെളിച്ചമാകുന്നു. എന്നിട്ട് പറയണം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നു. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ആ പ്രവൃത്തി, നല്ല പ്രവൃത്തി കണ്ട് സ്വർഗസ്വനായ പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയാണ്, 4:5 പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചെടുക്കും. ഈ വെളിച്ചം, നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന വെളിച്ചം അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ നമ്മുടെ സൽപ്രവൃത്തികൾ മുഖാന്തരം സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, അത് നമ്മൾ വെളിച്ചത്തിൽ നടക്കാൻ നമ്മളെ സഹായിക്കും. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സത്യ വെളിച്ചം, ആ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കാൻ, ആ വെളിച്ചത്തിൻ്റെ വാഹകരായി തീരാൻ, ദൈവം വെളിച്ചമായതുകൊണ്ട് ഞങ്ങളും വെളിച്ചമായി നിലനിൽക്കണമെന്നുള്ളത്, അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നതിലൂടെ, ശുദ്ധീകരിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് പാപമില്ലാതെ വെളിച്ചത്തിൽ ദൈവമക്കളായി ജീവിക്കാൻ ഇടയാവുമല്ലോ. അതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നതിനായി സ്തോത്രം. ദിനംതോറും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് നിലനിൽക്കാൻ ഞങ്ങളെ ദൈവം ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചെന്നുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ ഇന്ന് യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. തേജസ്സിലെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ.